ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് USS എക്സാമിനേഷനെ മലയാളത്തിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം അല്ലേ. ആദ്യത്തെ ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ ഏത് അവാർഡുമായി ബന്ധപ്പെട്ടതാണ്? പ്രസ്താവനകളൊന്ന് വായിച്ചു നോക്കാം. സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമാണിത്. 1993 ഇത് ഏർപ്പെടുത്തിയത്. ഇതിൻ്റെ ആദ്യ ജേതാവ് ശൂരനാട് കുഞ്ഞൻപിള്ളയായിരുന്നു. അതുപോലെ ഈ അവാർഡിൻ്റെ തുക 5 ലക്ഷം രൂപയാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് കൂടി ഒന്ന് നോക്കാം അല്ലേ. വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം, ഇവയാണ് ഓപ്ഷൻസ്. അപ്പോൾ ഏതാണ് ഉത്തരം? നമ്മൾ അവാർഡുകൾ, പുരസ്കാരങ്ങൾ എന്നിവയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾക്കൊന്ന് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എഴുത്തച്ഛൻ പുരസ്കാരമാണ്. കേരളത്തിലെ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ വേറിട്ടു നിൽക്കുന്ന ക്രിയ ഏതാണ്? ഓപ്ഷൻ എ ഉറക്കുക, ചാടിക്കുക, ചിരിക്കുക, ഓടിക്കുക. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, ചിരിക്കുക. അത് ഒരാൾ സ്വയം ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് അല്ലേ, ചിരിക്കുക. ചിരിപ്പിക്കുക എന്നല്ലല്ലോ, ചിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. നിഷ്ക്രമിക്കുക എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ എ സ്വസ്ഥമായിരിക്കുക, ഓപ്ഷൻ ബി ആക്രമിക്കുക, ഓപ്ഷൻ സി അകത്തു വരിക, ഓപ്ഷൻ ഡി പുറത്തേക്ക് പോവുക. നിഷ്ക്രമിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ ഡി പുറത്തേക്ക് പോവുക എന്നതാണ് ശരിയായ ഉത്തരം. നിഷ്ക്രമിക്കുക എന്നാൽ പുറത്തേക്ക് പോവുക. അടുത്ത ചോദ്യം നോക്കാം. 4ാമത്തെ ചോദ്യം, മലയാളത്തിലെ നവീന കവിതയുടെ ആചാര്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അയ്യപ്പ പണിക്കർ, ഇടശ്ശേരി, ONV, കടമ്മനിട്ട. നവീന കവിതയുടെ ആചാര്യൻ ആരാണ്? ഇടശ്ശേരിയാണ്. ഇടശ്ശേരി. 5ാമത്തെ ചോദ്യം നോക്കാം. ശരിയായ വാക്യമേത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, ഉള്ളിൽ വൈരമുണ്ടായിരുന്നെങ്കിലും പുറമേ അവർ സ്നേഹം നടിച്ചു. ബി, പണ്ടുകാലത്ത് കൊരട്ടിയാറ് എന്നറിയപ്പെടുന്ന മണിമലയാറ് പുരാതന കാലത്ത് കൊക്ക എന്ന പേരിൽ ഒരു തോടായിരുന്നു. സി, എത്ര ശ്രമിച്ചാലും യാഥാർത്ഥ്യം മറക്കപ്പെടുകയില്ല. ഡി, ദരിദ്രരുടെയും പാവപ്പെട്ടവരുടെയും കഷ്ടപ്പാടറിഞ്ഞ് പരിഹരിക്കാൻ ഉത്തരവാദിത്വപ്പെട്ട സ്ഥാപനങ്ങളും വ്യക്തികളും മുന്നോട്ട് വരണം. ഇതിൽ നിന്ന് ശരിയായ വാക്യം തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. ഏതാണ് ശരിയായ വാക്യം? ഓപ്ഷൻ സി ആണ് ശരിയായ വാക്യം. എത്ര ശ്രമിച്ചാലും യാഥാർത്ഥ്യം മറക്കപ്പെടുകയില്ല. 6ാമത്തെ ചോദ്യം നോക്കാം. കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ, തുള്ളി പ്ലസ് ചാടി. ഓപ്ഷൻ ബി, മുത്ത് പ്ലസ് അണിഞ്ഞു. ഓപ്ഷൻ സി, നാമ്പ് പ്ലസ് ഉണരുന്നു. ഓപ്ഷൻ ഡി, നിശ്ചലം പ്ലസ് മായൊരു. അപ്പോൾ നിശ്ചലം പ്ലസ് മായൊരു എന്നുള്ളതാണ് കൂട്ടത്തിൽ പെടാത്തത്. ബാക്കിയെല്ലാം ശരിയായ രീതിയിൽ പിരിച്ചെഴുതിയ വാക്കുകളാണ്. ഇനി 7ാമത്തെ ചോദ്യം നോക്കാം. ടി പത്മനാഭൻ്റെ അശ്വതി എന്ന കഥയിൽ അശ്വതിക്ക് പറിച്ചു നട്ടതിനു ശേഷം വെള്ളം കിട്ടാത്തതിനാൽ വാടിപ്പോയ ഒരു ചെടിയുടെ ദൈന്യത ഉണ്ടായിരുന്നു എന്ന വർണ്ണനയുടെ ആശയം എന്താണ്? ഓപ്ഷൻസ് നോക്കാം. എ, അശ്വതിക്ക് ഉണങ്ങിയ ചെടിയുടെ രൂപമായിരുന്നു. ഓപ്ഷൻ ബി, അശ്വതിക്ക് കടുത്ത ദാഹമുണ്ടായിരുന്നു. ഓപ്ഷൻ സി, അശ്വതി അന്യദേശത്തു നിന്ന് ഇവിടെ വന്ന് താമസം തുടങ്ങിയതാണ്. ഓപ്ഷൻ ഡി,
പറിച്ചു നടുന്ന ചെടികൾ പെട്ടെന്ന് വാടിപ്പോകും. അപ്പോൾ മുകളിൽ തന്ന ആ ഒരു വാക്യം കൊണ്ട് കഥാകാരൻ എന്താണ് ഉദ്ദേശിച്ചത് എന്നാണ് നമ്മൾ അത് വായിച്ചു നോക്കിയിട്ട് പറയേണ്ടത്. എന്താണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. അശ്വതി അന്യദേശത്തു നിന്ന് ഇവിടെ വന്ന് താമസം തുടങ്ങിയതാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം അല്ലേ. 8ാമത്തെ ചോദ്യമാണ്. പഞ്ചവാദ്യങ്ങളിൽ പെടാത്തത് ഏതാണ്? പഞ്ചവാദ്യങ്ങളിൽ പെടാത്തത്. ഓപ്ഷൻ എ മദ്ദളം, ഓപ്ഷൻ ബി ഇടയ്ക്ക, ഓപ്ഷൻ സി ഇലത്താളം, ഓപ്ഷൻ ഡി ചെണ്ട. ചെണ്ടയാണ് പഞ്ചവാദ്യങ്ങളിൽ പെടാത്തത്. ഇനി 9ാമത്തെ ചോദ്യം നോക്കാം. ഇവണ്ണം എങ്ങനെ പിരിച്ചു പറയും? ഇവണ്ണം. ഇ പ്ലസ് വണ്ണം, ഇവ പ്ലസ് മണ്ണം, ഈ പ്ലസ് വണ്ണം, ഇവ പ്ലസ് ണ്ണം. എങ്ങനെയാണ് പിരിക്കുന്നത്? ഇ പ്ലസ് വണ്ണമാണ് ഇവണ്ണം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി 10ാമത്തെ ചോദ്യം നോക്കാം. കൂട്ടത്തിൽ പെടാത്ത കൃതി ഏതാണ്? ചാലിയെത്തി, കൂട്ടുകൃഷി, കാവിലെ പാട്ട്, എണ്ണിച്ചുട്ട അപ്പം. അപ്പോൾ ഇവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഇതൊക്കെ ഇടശ്ശേരി എഴുതിയതാണ്. അതിൽ കാവിലെ പാട്ട് മാത്രമാണ് കവിത, ബാക്കിയെല്ലാം നാടകങ്ങളാണ്. ഇടശ്ശേരിയുടെ നാടകങ്ങളാണ് ചാലിയത്തിയും കൂട്ടുകൃഷിയും എണ്ണിച്ചുട്ട അപ്പവുമൊക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം അല്ലേ. 11ാമത്തെ ചോദ്യം. മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നാടകം ഏതാണ്? ഓപ്ഷൻ എ മാർത്താണ്ഡവർമ്മ, സീതാലക്ഷ്മി, ധർമ്മരാജ, രാമരാജ ബഹദൂർ. ഇവയിലേതാണ് ആദ്യത്തെ ചരിത്ര നാടകം? ഓപ്ഷൻ ബി സീതാലക്ഷ്മിയാണ് ശരിയായ ഉത്തരം. 12ാമത്തെ ചോദ്യം നോക്കാം. ആധുനിക മലയാള വ്യാകരണത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമേതാണ്? ഓപ്ഷൻ എ കേരള പാണിനീയം, മലയവിലാസം, വ്യാകരണമിത്ര, ശബ്ദതാരാവലി. മലയാള വ്യാകരണത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം. ഓപ്ഷൻ എ ആണ് ശരിയുത്തരം, കേരള പാണിനീയം. ഓപ്ഷൻ എ. ഇനി 13ാമത്തെ ചോദ്യം നോക്കാം. മനസാ സ്മരാമി ആരുടെ ആത്മകഥയാണ്? മനസാ സ്മരാമി. ഓപ്ഷൻ എ എസ് ഗുപ്തൻ നായർ, ബി എൻ എൻ പിള്ള, തിക്കോടിയൻ, തകഴി. ശരിയായ ഉത്തരം എസ് ഗുപ്തൻ നായരാണ്. മനസാ സ്മരാമി. ഓക്കെ. 14ാമത്തെ ചോദ്യം നോക്കാം. വിലാസിനി എന്ന തൂലികാനാമം ആരുടേതാണ്? ഓപ്ഷൻസ് പി സി കുട്ടിക്കൃഷ്ണൻ, ഇ വി അയ്യപ്പൻ, എം കെ മേനോൻ, ഇ വി കൃഷ്ണപിള്ള. തൂലികാനാമങ്ങളെക്കുറിച്ചും നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ശരിയായ ഉത്തരം എം കെ മേനോനാണ് വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഒറ്റയാൻ ആര്? ഓപ്ഷൻ എ സാഗരം, ഓപ്ഷൻ ബി സമുദ്രം, ഓപ്ഷൻ സി സലിലം, ഓപ്ഷൻ ഡി കടൽ. അപ്പോൾ ഇതിലൊന്നു മാത്രം കടലിൻ്റെ പര്യായമല്ല, ബാക്കിയെല്ലാം കടലിൻ്റെ പര്യായമാണ്. ശരിയായ ഉത്തരം സലിലമാണ്. സലിലം എന്നാൽ വെള്ളം എന്നാണ് അർത്ഥം. ഇനി 16ാമത്തെ ചോദ്യം നോക്കാം. നാന്ദി കുറിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? നാന്ദി കുറിക്കുക. ഓപ്ഷൻ എ നന്ദി പ്രകടിപ്പിക്കുക, ഓപ്ഷൻ ബി തുടക്കം കുറിക്കുക, ഓപ്ഷൻ സി അവസാനിപ്പിക്കുക, ഓപ്ഷൻ ഡി മടി തോന്നുക. ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം. നാന്ദി കുറിക്കുക എന്നാൽ തുടക്കം കുറിക്കുക എന്നാണ് അർത്ഥം. ഇനി നമുക്ക് അടുത്ത ഒരു കവിത തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാണ്. അപ്പോൾ നമുക്ക് കവിത വായിച്ചു നോക്കാം അല്ലേ. നമുക്ക് പരിചിതമായ ഒരു കവിതയാണ്. പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തലവെച്ചും സ്വച്ഛാബ്ദി മണൽ തിട്ടാം പാദോപധാനം പൂണ്ടും പള്ളി കൊണ്ടിടുന്ന നിൻ പാർശ്വയുഗ്മത്തെ കാത്തുകൊള്ളുന്നു കുമാരിയും ഗോകർണേശനും അമ്മേ. വന്ദിപ്പിൻ മാതാവിനെ വന്ദിപ്പിൻ മാതാവിനെ വന്ദിപ്പിനുപാസ്യരായുള്ളോർക്കുമുപസ്യയെ ആഴിവീജികൾ അനുവേലം വെണ്ണുരകളാൽ തോഴികൾ പോലെ തവ ചാരു തൃപ്പാദങ്ങളിൽ തൂവെള്ളിച്ചിലമ്പുകൾ
ഇടുവിക്കുന്നു, തൃപ്തി വരാഞ്ഞഴിക്കുന്നു, പിന്നെയും തുടരുന്നു. കേരളത്തിലെ ഏറ്റവും മഹത്തായ ഒരു കവിതയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ 17ാമത്തെ ചോദ്യം നോക്കാം. കവിതയിൽ ആരെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് എന്നാണ് ചോദ്യം. ആരെക്കുറിച്ചാണ് ഈ കവിത? ഓപ്ഷൻ എ സഹ്യനെക്കുറിച്ച്, ഓപ്ഷൻ ബി കേരളത്തെക്കുറിച്ച്, ഓപ്ഷൻ സി കടലിനെക്കുറിച്ച്, ഓപ്ഷൻ ഡി അമ്മയെക്കുറിച്ച്. ആരെക്കുറിച്ചാണ് ഈ കവിത? ഈ കവിത കേരളത്തെക്കുറിച്ചാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കൂടുതലായിട്ട് സ്പൂൺ ഫീഡ് ചെയ്ത് തരുന്നില്ല. അപ്പോൾ കൂട്ടുകാർ തന്നെ ഇതിൻ്റെ അർത്ഥമൊക്കെ കണ്ടെത്തി വായിച്ച് മനസ്സിലാക്കുക. കേരളത്തെക്കുറിച്ചാണ് ഈ കവിത. ഈ കവിത ആരാണ് എഴുതിയതെന്നും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാം കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യവും ഈ കവിതയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അമ്മയുടെ തോഴിമാരായി ഈ കവിതയിൽ സങ്കല്പിച്ചിരിക്കുന്നത് ആരെയാണ്? സഹ്യനിരകളെയാണോ, കന്യാകുമാരിയെയാണോ, ഗോകർണത്തെയാണോ, ആഴിവീചികളെയാണോ? അപ്പോൾ നമുക്ക് കവിത ഒന്നുകൂടി നോക്കാം അല്ലേ. പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തലവെച്ചും സ്വച്ഛാബ്ദി മണൽ തിട്ടാം പാദോപധാനം പൂണ്ടും. ഇതിലേതാ? അതെ, ആഴിവീചികൾ അനുവേലം വെണ്ണുരകളാൽ തൊഴികൾ പോലെ തവ ചാരു തൃപ്പാദങ്ങളിൽ എന്നുള്ള 2 വരികളുണ്ട് അല്ലേ. ആഴിവീചികളാണ് വെണ്ണുരക്കൈകളാൽ തോഴികൾ പോലെ, തോഴികളെപ്പോലെ അവരുടെ നുരക്കൈകളാൽ തവ ചാരു തൃപ്പാദങ്ങളാൽ തൂവെള്ളി ചിലമ്പുകൾ ഇടിവിക്കുന്നു. അവർ തോഴികളെപ്പോലെ നിൻ്റെ പാദങ്ങളിൽ ചിലമ്പുകൾ ഇടിവിക്കുന്നു എന്നാണ് പറയുന്നത്. ആഴിവീചികൾ, കടൽത്തിരകൾ. ഓക്കെ, 19ാമത്തെ ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ആഴിവീചികൾ. 19ാമത്തെ ചോദ്യം നോക്കാം. ഈ കവിത എഴുതിയത് ആരാണ്? ഈ കവിത എഴുതിയതാരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ് ഈ കവിത എഴുതിയത്. ഈ കവിതയുടെ പേരെന്താണെന്ന് മക്കൾ കമൻറ്റ് ബോക്സിലൂടെ പറയണം കേട്ടോ. അപ്പോൾ 20ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ സമുദ്രം എന്ന അർത്ഥത്തിൽ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കേതാണ്? അബ്ധി, പാർശ്വയുഗ്മം, ഉപാസ്യർ, വീചി. ഇതിലേതാണ് സമുദ്രം എന്ന അർത്ഥത്തിൽ കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ളത്? നമുക്കൊന്ന് കവിത നോക്കാം. പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തലവെച്ചും സ്വച്ഛാബ്ദി മണൽ തിട്ടാം പാദോപധാനം പൂണ്ടും എന്നുണ്ടല്ലേ. സ്വച്ഛാബ്ദി, അബ്ധി എന്ന വാക്കാണ് കടൽ എന്നതിന് പകരമായിട്ട് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, അബ്ധി. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബായ്.